സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തവും അനുഗ്രഹങ്ങളും നേടിയെടുത്ത് മരിച്ചു പിരിയാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ചിലർക്ക് ശാരീരികമാണ്, ചിലർക്ക് മാനസികമാണ്, ചിലർക്ക് സാമ്പത്തികമാണ്, ചിലർക്ക് കുടുംബപരമാണ്, അല്ലെങ്കിൽ ചിലർക്ക് ജോലി സംബന്ധമാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ പ്രയാസം അനുഭവിക്കാത്ത ആളുകൾ ഇന്ന് ഭൂമി ലോകത്തില്ല. എന്നാൽ ഈ പ്രയാസങ്ങൾക്കെല്ലാം, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ഒറ്റമൂലിയുണ്ട്. ആ ഒറ്റമൂലിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഒരു ഖുത്ബയിലും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാതിരുന്നിട്ടില്ല. ഖുത്ബയുടെ ആ പ്രാരംഭം, മുഖവുര തന്നെ ഇന്നും എന്നും എല്ലാ ഖത്തീബുമാരും തഖ്വ കൊണ്ട് വസിയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ നിർവഹിച്ചു അല്ലേ? നമ്മളുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവും തുടങ്ങുന്ന എല്ലാ സംഘർഷങ്ങളും, നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന മുഴുവൻ സംഘർഷങ്ങൾക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒറ്റമൂലി തഖ്വയാണ്. തഖ്വ എന്ന് പറയുന്ന വിഷയം മുസ്ലിങ്ങൾ ധാരാളമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് തഖ്വ എന്ന് മുസ്ലിങ്ങൾക്ക് വളരെ കുറഞ്ഞ ആളുകൾക്ക് അറിയുള്ളൂ. എല്ലാവരും ഉപരിവിപ്ലവമായ തഖ്വയിലാണ്, അകത്തളത്തിലല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, യുഷീറു ഇലാ സദ്രിഹി, ഹൃദയത്തിലേക്ക് നബി ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, തഖ്വ ഉത്ഭൂതമാകേണ്ട ഹൃദയത്തിലാണ് എന്ന് 3 പ്രാവശ്യം. അതൊരു പ്രാവശ്യമല്ല. അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, ഇവിടെയാണ്. റസൂൽ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ സൗഷ്ഠവങ്ങളിലേക്ക് നോക്കുന്നില്ല. പലരും, നമ്മളൊക്കെ നോക്കുന്നത് എവിടത്തേക്കാണ്? നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് നമ്മളുടെ മുഖസൗന്ദര്യം, ശരീരത്തിൻ്റെ സൗഷ്ഠവം, ആരോഗ്യം, മസിൽ പവർ, ഇതൊക്കെയല്ലേ കണ്ണാടിയിൽ നോക്കൽ? അല്ല പറയാണ്, അള്ളാഹു ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ജിസ്മിലേക്ക്, ശരീരത്തിലേക്ക് അല്ല നോക്കുന്നേ ഇല്ല. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപലാവണ്യങ്ങളിലേക്കും നോക്കുന്നില്ല. വലാക്കിൻ, എന്നാൽ യൻദുറു, അല്ല നോക്കുന്നുണ്ട്, ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയം കൊള്ളൻ, അഅ്മാലിക്കും, നിങ്ങളുടെ പ്രവർത്തനം കൊള്ളയും. നിങ്ങളുടെ ഹൃദയം കൊള്ളയും നിങ്ങളുടെ പ്രവർത്തനം കൊള്ളയുമാണ് അള്ളാന്റെ നോട്ടം. ഇപ്പം എവിടെയാണ് നന്നാവേണ്ടത്, തഖ്വ ഉണ്ടാവേണ്ടത്? ഹൃദയത്തിലാണ്. രൂപലാഭങ്ങൾ, അതുകൊണ്ടാണ് പലരും തല വല്ലാതെ താഴ്ത്തി വില്ല് പോലെ വളഞ്ഞു നടക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു നബിയുടെ കാലത്ത്. അങ്ങനെ ചില ആളുകളെ ഖലീഫ ഉമർ റളിയല്ലാഹു കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എഴുത്തതിൽ നേരെ നിൽക്കടു പറഞ്ഞു. വളഞ്ഞു നിന്നാൽ തഖ്വ ഉണ്ടാവില്ല. നിങ്ങളുണ്ടാവും, തഖ്വ ഉണ്ടാക്കാൻ വേണ്ടി ചിലവരിങ്ങനെ വളഞ്ഞു കുനിഞ്ഞു നടക്കുന്നുണ്ട് അല്ലേ? അതുണ്ടാവില്ല. തഖ്വ ഉണ്ടാവേണ്ടത് കൽബിലാണ്, എൻ്റെ വളവിലല്ല. പലരും തഖ്വ ഉണ്ടാക്കാൻ പലതരം രൂപങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇസ്ലാമിൽ അതല്ല വേണ്ടത്. അപ്പം ഇനി തഖ്വ ഉണ്ടാക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ആദ്യം, അല്ല പറഞ്ഞു, എന്താ പറഞ്ഞത്? അല്ല പറയട്ടെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ മാത്രം ആരാധിക്കുന്നിടത്തേക്ക് എത്തണം. നിങ്ങളുടെ തൗഹീദ് ശരിയാവണം. ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും, അവരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും നിങ്ങളെയും പൂർവികരെയും സൃഷ്ടിച്ച അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. എന്തിനാ? അത് പറഞ്ഞിട്ട് അല്ല പറയാം, ലഅല്ലക്കും തത്തഖൂൻ, അങ്ങനെ നിങ്ങൾ ആരാധിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവൂ. അപ്പൊ തൗഹീദ് ഇല്ലാത്തൊരാൾക്കുന്നുണ്ടാവില്ല, തഖ്വ ഉണ്ടാവില്ല. അള്ളാഹനെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് തഖ്വ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അള്ളാഹനെ മാത്രം ആരാധിക്കണം, അള്ളാഹനെ മാത്രം ഭയപ്പെടണം. അള്ളാഹു കാണുന്നു, അള്ളാഹു അറിയുന്നു, അള്ളാഹു ശ്രദ്ധിക്കുന്നു, അള്ളാഹു ഇടപെടും. നമ്മളുടെ എല്ലാ പ്രയാസങ്ങളിലും അല്ല ഇടപെടും.
അതിൻ്റെ ഒറ്റമൂല്യമാണ് തഖ്വ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്ത് ത്വലാഖിൻ്റെ വരികളിലൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തെല്ലാം രംഗത്ത് അല്ലാഹു ഇടപെടുമെന്ന് നോക്കാം. തഖ്വയുള്ളവരെ പറ്റി അല്ലാഹ് പറയാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ. അല്ലാഹ് ഇടപെടുന്ന ആദ്യത്തെ അവസ്ഥ, തഖ്വയോടുകൂടി നിങ്ങൾ ജീവിച്ചാൽ, വമൻ യത്തഖില്ല, ആരല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ, യജ്അൽ ലഹു മഖറജ, അവനെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തും. അങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരാളെ പ്രതിസന്ധികളിൽ നിന്ന്, അവനെ വരിഞ്ഞു മുറുക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, മാനസികവും സംഘർഷവും സാമ്പത്തികവും കൗടുംബികവുമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തും. അതിനെന്ത് വേണം? തഖ്വ വേണം. തഖ്വ ഉണ്ടാണ് ആദ്യം ചെയ്യേണ്ടത് ഏകനായ റബ്ബിനെ ഭയപ്പെടുന്നൊരു ഹൃദയം. അല്ലാഹു കാണുന്നു എൻ്റെ ജീവിതം, അറിയുന്നു എൻ്റെ ജീവിതം, ഞാൻ തിരുത്തണം, ഞാൻ ശരിയാവണം, എൻ്റെ പോക്ക് ശരിയല്ല, എൻ്റെ ജീവിതം ശരിയല്ല, എൻ്റെ കുടുംബം ശരിയല്ല, എൻ്റെ ജീവിതത്തിൽ ദുർവ്യയങ്ങൾ ഒരുപാടുണ്ട്. അല്ലാഹനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ദുർവ്യയം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ പിശാചിന്റെ കാലടികൾ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ കാലടികൾ നിങ്ങൾ പിൻപറ്റരുത്. കാരണം പിശാചിന്റെ പ്രവർത്തനമാണ് ദുർവ്യയം. എന്താ നമ്മൾ പറയുക? നമ്മളൊക്കെ ദുർവ്യയം. ഭക്ഷണമാണെങ്കിൽ ദുർവ്യയം, വസ്ത്രമാണെങ്കിൽ ദുർവ്യയം, ഒരു വീട് നിർമ്മാണമാണെങ്കിൽ ദുർവ്യയം. ആകെ ഇപ്പം യഥാർത്ഥത്തിൽ എല്ലാ വയസ്സന്മാരും വയസ്സത്തികളും സങ്കടത്തിലാണ്. എന്താ കാരണം? പുറേ കുട്ടികളില്ല, വലിയ ബന്ധഹാനി ഉണ്ടാക്കിയിട്ടുണ്ട്, മുകളിലേക്ക് വരാനും കയറലുമില്ല, അല്ലേ? അങ്ങോട്ട് കയറാൻ വയ്യ. ഓരോ മക്കൾക്കും വേണ്ടി വീടുണ്ടാക്കി, റൂമുണ്ടാക്കി. റസൂലുള്ള പറഞ്ഞു, ഭാര്യയും ഭർത്താവിനും വേണ്ടി ഓരോന്ന്, മക്കൾ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഓരോന്ന്. ഇനിയോ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അതിഥി വന്നാൽ അവർക്ക് ഒരു റൂം. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ശൈത്താൻ, പിശാചിനാണ്. അപ്പൊ തഖ്വ ഉണ്ടാവില്ല. ഈ തഖ്വ എന്ന് പറഞ്ഞത് താടിയും മുടിയും ഫുൾക്കൈ കുപ്പായും നിസ്കാരവും ഹജ്ജും ഉംറയും ഇതെല്ലാം കൂടിയല്ല. ആദ്യം കൽബിൻ്റെ അകത്ത് അല്ലാഹനെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതം വിശുദ്ധമായിട്ടുണ്ടാവും. നിങ്ങൾ ദുർവ്യയം ചെയ്യില്ല. നിങ്ങളുടെ സംസാരത്തിനും നിങ്ങളുടെ ചിന്താഗതിക്കൊക്കെ മാറ്റം ഉണ്ടാവും മൊത്തത്തിൽ. അങ്ങനെ വന്നാലേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? എന്തൊരു പ്രതിസന്ധി നിങ്ങൾ അനുഭവിക്കുമ്പോഴും അള്ളാഹ് ഇടപെടും. അങ്ങനെ അള്ളാഹ് ഇടപെടും. അത് അള്ളാഹ് പറഞ്ഞത്. അതാ പറഞ്ഞു, ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഇനിയോ അതേ സൂറ തലാഖ്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ കണക്ക് കൂട്ടാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു നിങ്ങളുടെ ഉപജീവനം നൽകും. എങ്ങനെ കഴിഞ്ഞു പോകും പടച്ചോനെ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അള്ളാഹ് ഇടപെടും. നിങ്ങളെ സങ്കടം അള്ളാഹ് കാണും. എത്രയോ ആളുകൾ പറയാറുണ്ട്, പടച്ചോനെ എൻ്റെ ഭർത്താവ് മരിച്ചു പോയാൽ ഞാനും എൻ്റെ ചെറിയ പൈതം മക്കളും എന്തു ചെയ്യും? അള്ളാഹ് ഇടപെടും. ഇടപെട്ടില്ലേ? പലപ്പോഴും പല പ്രതിസന്ധികളിലും പെടുന്ന ആളുകൾ അള്ളാഹു നിങ്ങൾ അറിയാണ്ട് ഇടപെടും. അതെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു അറിയോ? ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലായി, അല്ലേ? ഭാഗ്യമല്ല, അള്ളാഹ് ഇടപെട്ടതാ. അതുപോലും നമ്മൾ പറയുന്നില്ല. അള്ളാഹു ഇടപെട്ടത് കൊണ്ട് ഞാൻ കഴിച്ചില്ലായി എന്നല്ല, ഭാഗ്യം കൊണ്ട്, അല്ലേ? അങ്ങനല്ല കേട്ടോ. ഇനി അള്ളാഹു അതേ സൂറത്തിൽ തന്നെ, സൂറത്ത് തലാഖിൽ തന്നെ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര. നിങ്ങൾ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും അള്ളാഹു എളുപ്പമുണ്ടാക്കും. തഖ്വയുള്ള ഒരാൾക്ക്, മുത്തഖിയായി ജീവിക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നോ ആ വിഷയങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു എളുപ്പം അല്ലാഹ് ഉണ്ടാകും. എല്ലാവരും പ്രയാസപ്പെടുന്ന കാര്യമായിരിക്കും, പക്ഷേ മുത്തഖിയായ ഒരു മനുഷ്യൻക്ക് അത് വളരെ എളുപ്പമാവും. നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടാവും, അല്ലേ? ഒരുപാട് പ്രയാസപ്പെടുന്ന വിചാരിച്ചത്, പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ പുഷ്പം പോലെ കഴിച്ചിലായി, അല്ലേ? കണ്ടല്ലേ പല വിഷയങ്ങളിലും? ഒന്ന് വെറുതെ നിങ്ങളുടെ തലച്ചോറൊന്ന് വർക്ക് ചെയ്യട്ടെ, അപ്പം മനസ്സിലാവും. നിങ്ങൾ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര. അപ്പം 4 3 കാര്യമായി. ഒന്ന് പറഞ്ഞതാ, നിങ്ങൾ പ്രതിസന്ധികളിൽ കുടുങ്ങുമ്പോൾ അള്ളാഹു ഇടപെടും. നിങ്ങൾക്ക് ഉപജീവനമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ അള്ളാഹു ഇടപെടും. പിന്നെ നിങ്ങളൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അള്ളാഹു എളുപ്പമാക്കും. ഇനിയോ വമൻ യത്തഖില്ല യുക്കഫിർ അൻഹു സയ്യാത്തി. ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുന്ന ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കും.
അത് അള്ളാഹു രേഖപ്പെടുത്തൂല്ല, ചോദ്യം ചെയ്യൂല. ഒരു മുത്തക്കിയായൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു മാപ്പായി കളയും. ഇനിയോ യൂലിം ലഹു അജ്റ, അള്ളാഹു മുത്തക്കിയായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇരട്ടി പ്രതിഫലം തരും. തഖ്വയോടുകൂടി ചെയ്യുന്ന എല്ലാ അമലുകൾക്കും ഇരട്ടി പ്രതിഫലം. ഇതോടെ ഒരൊറ്റ സൂറയെ പറഞ്ഞതാ, സൂറത്ത് തലാഖിൽ കേട്ടോ. ഇനി നമുക്ക് നോക്കാം, വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ അഅറാഫിൽ പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു. ഉണ്ടോ, ഒരു രാജ്യത്തുള്ള ജനങ്ങൾ തൗഹീദുള്ളവരായി, ആമനു അവർ തൗഹീദുള്ളവരായി, വത്തഖൗ അവർ തഖ്വയും കൈക്കൊണ്ടു. തഖ്വ കൈക്കൊള്ളുക മനസ്സിലായില്ല, അത് ഞാൻ വിശദീകരിക്കാം. അപ്പൊ തഖ്വയോട് ജീവിക്കുകയും ചെയ്താൽ ല ഫതഹ്ന അലൈഹിം ബറക്കാത്തി മിനസ്സമായി വല്ല, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹുവിന്റെ ബർക്കത്തുകൾ അവരുടെ നേരെ ചൊരിയും. അതിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. ല ഫതഹ്ന അലൈഹിം ബറക്കാത്തി മിനസ്സമായി വല്ല, ആകാശങ്ങളുടെയും ഭൂമിയുടെയും കവാടം അല്ല തുറക്കും. എന്തിന്റെ? ബർക്കത്തിന്റെ. ചേട്ടാ, അത് നമ്മൾക്കാരും കണക്കൂട്ടാൻ പോലും കഴിയില്ല. എന്നിട്ടല്ല പറയാം, വലാക്കിൻ കെദ്ദബു, പക്ഷേ നിങ്ങൾ അള്ളാഹുവിന്റെ ബർക്കത്തിനെയും തള്ളിക്കളഞ്ഞു, അള്ളാഹിനെയും തള്ളിക്കളഞ്ഞു, അള്ളാഹിന്റെ നിയമങ്ങളെയും തള്ളിക്കളഞ്ഞപ്പോഴോ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി അള്ളാഹു നിങ്ങളെ പലതരം ശിക്ഷയിലൂടെ പിടികൂടും. തഖ്വയോട് ജീവിക്കുമ്പോൾ അള്ളാഹു എല്ലാം ഇടപെട്ട് രക്ഷപ്പെടുത്തും. നിങ്ങൾ തഖ്വയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ എന്തുണ്ടാവും? അള്ളാഹു പല നിലക്ക് ശിക്ഷയിലൂടെ പിടികൂടും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലത്തെ ആയത്തിന് ഓർമ്മ തന്നെ നമുക്ക് അനുഭവം ഉണ്ടാവും അല്ലേ? ഒരുപാട് പിടികൂടിയത്. ഒരഹങ്കാരത്തോടുകൂടി ഒരു വാഹനം ഓട്ടിയാൽ മതി, വേറൊന്നും വേണ്ട അല്ലേ? അപ്പം അല്ലാഹ് ഇടപെടും, ആ വണ്ടി അപകടത്തിൽപ്പെടും അല്ലേ? നിങ്ങൾ ചെറുപ്പക്കാരോട് ചോദിച്ചു നോക്കേണ്ടി, ഓൻ്റെ പോക്ക് കണ്ടാൽ ഓനക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഈ പോകുന്നത് ശരിയല്ല എന്ന്. പക്ഷെ ഓനക്ക് നേരാക്കാൻ കഴിയില്ല, അവൻ്റെ പ്രായം അതാണ്. പക്ഷേ അത്രയും അഹങ്കാരത്തോട്ട് അവൻ വാഹനം ഉപയോഗിച്ചപ്പോൾ അള്ളാഹു ഇടപെട്ടു, അവനെ ശിക്ഷിച്ചു. ഒരുപാട് ആളുകൾ നമ്മൾ കാണില്ലേ? രാവിലെ പത്രം അച്ചു നിരത്തുന്ന അക്ഷരങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ അല്ലേ? നോക്കാം. അപ്പോൾ അള്ളാഹു ഇടപെടും, രണ്ടു ആൾക്കും ഇടപെടും. ഒന്ന് രക്ഷപ്പെടുത്താൻ ഇടപെടും, ഒന്ന് കഷ്ടപ്പെടുത്താൻ ഇടപെടും കേട്ടോ. തഖ്വ കുറഞ്ഞ ആളുകളെ ജീവിതത്തിൽ എന്തെല്ലാം ചിലർ പറയില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. എത്രയോ കച്ചവടം ചെയ്തു, പലതരം കച്ചവടം മാറി മാറി ചെയ്തു, ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ കാരണം? ഒന്ന് പരിശോധിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കച്ചവടം തുടങ്ങാൻ പലിശക്ക് പൈസ വാങ്ങിയോ? ഞാൻ ഈ വീടുണ്ടാക്കാൻ പലിശക്ക് പൈസ വാങ്ങിയോ? എൻ്റെ മോളെ വിവാഹം കഴിക്കാൻ ഞാൻ പലിശമായി ഇടപെട്ടോ? ഒക്കെ പരിശോധിക്കണ്ടേ? അതല്ലേ തഖ്വ. അല്ലാണ്ട് തഖ്വ പറഞ്ഞാൽ കുറെ താടിയും വെച്ച് വലിയൊരു തൊപ്പിയും വെച്ച് ഒരു ഫുൾ കൈ കുപ്പായും വെച്ച് നടന്നാൽ തഖ്വയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവിടെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് വല്ലാത്ത തെറ്റാണ്. ഇപ്പോൾ നന്നാവുക എന്ന് പറയുമ്പോഴേക്ക് ആളുകൾ എന്താ പറയുക? നിസ്കരിക്കുകയാണ്. അല്ല, തൗഹീദ് വരണം, എന്നിട്ട് വേണം നിസ്കരിക്കാൻ. അള്ളാനെ ഭയപ്പെടാത്തൊരു കൽബ് ഇവിടെ നിന്ന് കയ്യേറ്റിട്ട് എന്താ കാര്യം? അള്ള കേൾക്കുമോ? അറിയില്ല. അള്ളാനെ ഭയപ്പെടുന്നൊരു കൽബിൽ നിന്നാണ് അള്ളാഹു അക്ബറിന് വരേണ്ടത്. ആ ശബ്ദം ഒരു ചിന്തയില്ലാണ്ട് എല്ലാവരും കയ്യേറ്റിയപ്പോൾ ഞാനും കെട്ടി, എല്ലാവരും റുക്കൂ പോയപ്പോൾ ഞാൻ റുക്കൂ പോയി, എല്ലാവരും സുജൂദ് പോയി ഞാൻ സുജൂദ് പോയി, സലാം കിട്ടിയപ്പോൾ സലാം കിട്ടി, വേഗം പൊരലേക്ക് പോയി. ഒരു മാറ്റവും ഇല്ലല്ലോ ഉണ്ടോ? നിസ്കരിച്ച് നന്നായിക്ക് നമ്മൾ ആരെങ്കിലും നിങ്ങളെ അഭിപ്രായം പറഞ്ഞാൽ മതി. നിങ്ങൾ സ്വന്തത്തോട് നിങ്ങൾ ചോദിക്കുക. അല്ല പറയുന്നു, ഇന്ന സലാത്ത തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നമസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ നീചവും നികിഷ്ടവുമായ വാക്കുകളും പ്രവർത്തനങ്ങളിലും അവൻ ശുദ്ധിയായി ഉണ്ടാവും. നിസ്കാരം അല്ല കബൂലാക്കിയിട്ട് വാക്കുകളും പ്രവൃത്തിയൊക്കെ ശുദ്ധിയാണ്. ഒരു നീചവും നികിഷ്ടവുമായ വാക്കുകളും വരില്ല, പ്രവർത്തനവും വരില്ല നിസ്കരിക്കുന്ന ആളിന്. നമുക്കറിയാം നമ്മളിൽ നിന്നൊന്നും പോയില്ല, നമ്മൾ നിസ്കരിക്കുന്നുണ്ട് അല്ലേ? ഇടപാടുകളൊക്കെ നടത്തിയാണ്ടല്ലോ. ഇടപാടുകൾ നിസ്കരിക്കുന്ന തന്നെ ചിലവിൽ ഇടപാട് നടത്താനാണ്, കടമാങ്ങാനാണ്. പള്ളിയിൽ കയറി ഇരുന്ന് അത്യാവശ്യം പൈസ ഉള്ളവരടുത്ത് തൊട്ടടുത്തിരിക്കും, കുറച്ചേരം ഇരുന്ന് ഖുർആനൊക്കെ ഓതി കുത്തുന്ന പിന്നെ ഏകദേശം ശ്രദ്ധിക്കാൻ തുടങ്ങി കണ്ടാവും എനിക്ക് സലാം ചെല്ലും, കൈ കൊടുത്ത് സലാം അലൈക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ പോകാൻ നേരത്തവന് ഇവൻ്റെ കൂടെ കൂടി സലാം ചൊല്ലി നിങ്ങളെവിടെയാണ്, വീട് എവിടെയാണ്, ജോലി എന്താണ്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും അല്ലേ? ചിലർ ശ്രദ്ധിക്കാണ്ട് പോയി കളയും. അപ്പം എന്തു പറയും? ഭയങ്കര അഹങ്കാരിയാണ്.
ഇവനറിയാ പരിചയപ്പെട്ടാൽ പെടുന്നു. മലയാളത്തിൽ പറയുന്നത് അതാണല്ലോ, പരിചയപ്പെട്ടു. പെട്ടോലൊക്കെ പെട്ടണം. ആരോട് പരിചയപ്പെട്ടണോ അവനോടൊക്കെ പെട്ടണം. അതുകൊണ്ട് പെടാൻ നിൽക്കില്ല ആൾക്കാർ, അല്ലേ? പരിചയപ്പെട്ടു എന്നാണ്. പരിചയം നടത്തിയവരൊക്കെ പെട്ടണം. ആരാ പെടാത്ത്, ആരാ പെടുത്താത്ത്, അല്ലേ? വെറുതെ പറഞ്ഞല്ല മലയാളത്തിൽ പരിചയപ്പെട്ടു എന്ന്. ഓൻ പെട്ട്. പക്ഷെ മുത്തക്കീങ്ങളുമായി പരിചയപ്പെടുമ്പോഴോ വല്ലാത്തൊരു അനുഗ്രഹം, അല്ലേ? അവന് വേണ്ടി പ്രാർത്ഥിക്കും, ഇവൻ ഇല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കും, ഇവൻ്റെ കച്ചവടത്തിന് അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കും, അവൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കും. അതാണ് മുത്തക്കീങ്ങൾ, അല്ലേ? അപ്പം സ്വാഭാവികമായിട്ടും അത്തരം മുത്തക്കീങ്ങളായ ആളുകളും ആരിൽ നിന്ന് പൈസ കടമാൻ വേണ്ടി സലാം ചെല്ലൂല, മുത്തക്കിയായിട്ട് അഭിനയിക്കൂല. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞ് മാ അന മിനൽ മുത്തക്കല്ലിഫീൻ, ഞാൻ മുത്തക്കല്ലിഫല്ല. മുത്തക്കല്ലിഫ് ആരാ? കൃത്രിമമായി തക്കുവ ഉണ്ടാക്കുക, അത് ഞാനല്ല. റസൂലുള്ള പറയാ മാ അന മിനൽ മുത്തക്കല്ലിഫ്, ഞാൻ മുത്തക്കല്ലിഫ് അല്ല. മുത്തക്കല്ലിഫ് പറഞ്ഞാൽ ആരാ? കൃത്രിമമായി തക്കുവ ഉണ്ടാക്കുക. കൃത്രിമമായിട്ട് തക്കുവ ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാം? എന്തുവേണം ചെയ്യാം, അല്ലേ? പലരും ഇങ്ങനെ വളരെ ശബ്ദം കുറച്ചും ശബ്ദം കൂട്ടിയൊക്കെ ദിക്റുകൾ ചെല്ലും. തൊട്ടടുത്തുള്ളവനെ ഉപദ്രവിക്കും വിധം ദിക്റ് ചെല്ലും, അല്ലേ? സ്വന്തം ഭർത്താവുമായി തെറ്റിയ ഭാര്യൻ്റെ വകയുണ്ട് നിസ്കാരം, അതിലുണ്ടൊരു ഖുർആൻ്റെ ഒത്ത്. അത് അയാളെ പേടിപ്പിക്കാനാണ്. ഞാൻ എല്ലാം അള്ളാനോട് പറഞ്ഞിട്ടുണ്ട് അറിയാം. എന്നിട്ടെങ്കിൽ അയാൾ ഇവളോടുള്ള സമീപനം നന്നാവട്ടെ, അല്ലാതെ തെക്കുവക്കല്ല. നമ്മൾ നോക്കേണ്ടി ചില പെണ്ണുങ്ങൾ അങ്ങനെ നിസ്കരിച്ചാണ്ടല്ലോ, ഭർത്താവ് അവിടെ ഇവള് ഖുർആൻ ഓതുന്നു, ഇവളെ ചെമിയല്ലാവുലിമൻ്റെ അമിതിയും ഇവളെ അള്ളാഹു അക്ബർ എല്ലാം കേട്ട് ഇവർക്ക് ബേജാറാവും. ഇവളെല്ലാം കൂടി ഇപ്പം അള്ളാഹിനോട് പറഞ്ഞ് ഇന്നടങ്ങാറാക്കുമെന്ന്. കാരണം തഖ്വ എന്ന് പറഞ്ഞ ഒരു അഭിനയമാണ്. ആ അഭിനയത്തിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഏകനായ റബ്ബിനെ ഭയപ്പെടുന്ന ഒരു മനസ്സുണ്ടാവുക, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, കേട്ടോ. അങ്ങനെ ചെയ്താലോ യജല്ലക്കും ഫുർഖാൻ. അഞ്ഞ് വേർന്നു അടുത്ത് ഇപ്പം പറഞ്ഞെന്താ? അനുഗ്രഹങ്ങൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹു ചൊരിഞ്ഞു തരും, അല്ലേ? ഇനി പറയാണ് മനുഷ്യന്മാർക്ക് ഇല്ലാത്തൊരു പ്രത്യേകത. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, സൂറത്ത് അൻഫാലിൽ 29-ാമത്തെ ആയത്ത്. വിശ്വസിച്ചവരെ, ഇൻ തത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വയോട് ജീവിക്കുകയാണെങ്കിൽ യജഅൽ ലക്കും ഫുർഖാന, നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചു തരും. അത് വല്ലാത്ത കിട്ടലാട്ടോ. ദുനിയാവിലെ ആൾക്കില്ലാത്ത അതാണല്ലോ, സത്യവും അസത്യവും വേർതിരിക്കാനുള്ള കഴിവ്. അതില്ലാത്തതുകൊണ്ടാണല്ലോ പലപ്പോഴും നിങ്ങൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ ഓള് പറയുക, അല്ലേ? ഓളങ്ങനെ മനസ്സിലാക്കുക. കാരണം എന്താ? സത്യവും അസത്യവും നിങ്ങൾ പറഞ്ഞതിൻ്റെ പൊരുളെന്താണെന്ന് മനസ്സിലാവില്ല. അതുപോലെ ഓള് പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താ കാരണം? എന്താ അതിൻ്റെ കുറവ്? ഫുർഖാനില്ല. തഖ്വയോട് ജീവിച്ചാലോ ഫുർഖാൻ ഉണ്ടാവും, അള്ളാഹ് തരും. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങനെയുണ്ട്. ഇനിയോ യുക്കഫിർ അൻഹും സയ്യാത്തിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ അള്ളാഹു മാപ്പ് തരും. യഗ്ഫിർലക്കും, പുറത്തും തരും. വല്ലാഹു ദുൽ ഫളിൽ അലീം, അള്ളാഹു വളരെ ഔദാര്യമുള്ളവനാണ്. നിങ്ങൾ കുറച്ച് തഖ്വ കാണിച്ചാൽ മതി, അള്ളാഹു ഒരുപാട് തരും, കേട്ടോ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല തഖ്വയോട് ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൗഹീദിലേക്കാ ജനങ്ങൾ ക്ഷണിച്ചത്, അല്ലേ? ഒന്നാമത്തെ പ്രബോധനം അതാ. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും സമൂഹത്തെ പ്രബോധനം ചെയ്തതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രബോധനം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ? രണ്ടാമത്തതോ? രണ്ടാമത്തെ തഖ്വ, അല്ലേ? വിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കുകൾ കാണാൻ കഴിയും. രണ്ടാമതായി പ്രവാചകന്മാർ തൗഹീദ് ഉൾക്കൊണ്ട സമൂഹത്തിൻ്റെ മുമ്പിൽ രണ്ടാമതായി പറയുന്ന കാര്യം തഖ്വയാണ്. ഉലുൽ അസ്മിൽപ്പെട്ട ഒന്നാമത്തെ പ്രവാചകനാണ് ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സമൂഹത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചാൽ കാണാൻ കഴിയും. കദ്ദബത്ത് ഖൗമു നൂഹിനിൽ മുർസലീൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞു. ഇത് ഖാല ലഹും അഖൂഹും നൂഹ്, അവരുടെ സഹോദരനായി അവരിലേക്ക് അള്ളാഹു അയച്ച പ്രവാചകനായ നൂഹ് നബി അവരോട് ചോദിച്ചു, അലാ തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ തഖ്വ കൈക്കൊള്ളുന്നില്ല? തഖ്വയിലേക്ക് വിളിക്കുക. തൗഹീദ് കഴിഞ്ഞാൽ അടുത്ത പ്രബോധനം തഖ്വ. ഇനിയോ കദ്ദബത്ത് ആദുൽ മുർസലീൻ, ആദ് സമുദായം പ്രവാചകന്മാരെ കളവാക്കി. ഇത് ഖാല ലഹും അഖൂഹും ഹൂദ്, ആദ് സമൂഹത്തിലേക്ക് അള്ളാഹു അയച്ച പ്രവാചകനാണ് ഹൂദ് നബി. ആ ഹൂദ് നബി അവരോട് ചോദിച്ചു, അലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ കൈക്കൊള്ളുന്നില്ലേ? ഉണ്ടോ?
ഇനിയോ കദ്ദബത്ത് സമൂദുൽ മുർസലീൻ, സമൂദ് സമുദായം പ്രവാചകന്മാർ തൗഹീദ് തള്ളിക്കളഞ്ഞു. ഇത് കാലഹും അഹുവും സാലിഹ്, അവരുടെ ആ സമൂഹ സമുദായത്തിലേക്ക് അള്ളാഹു പ്രവാചകനായി അയച്ച സാലിഹ് നബി അവരോട് ചോദിച്ചു, അലാ തത്തക്കൂൻ, ജീവിതത്തിൽ തക്കവ കൈക്കൊള്ളുന്നില്ലേ? പ്രവാചകന്മാർ അഖിലവും. കദ്ദബത്ത് കൗമു ലൂത്തിൽ മുർസലീൻ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ലൂത്ത് നബിയുടെ തൗഹീദ് തള്ളിക്കളഞ്ഞു. ഇത് കാലഹും അഹുവും ലൂത്ത് അലാ തത്തക്കൂൻ ഉണ്ടോ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, അലാ തത്തക്കൂൻ, തക്കവ കൈക്കൊള്ളുന്നില്ലേ? അപ്പൊ ജീവിതത്തിൽ തക്കവ വേണം തൗഹീദ് കഴിഞ്ഞാൽ. തക്വ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചതിന്റെ കാരണത്താൽ പല നിലക്കുള്ള തെറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. എന്തെല്ലാം ഉണ്ടായാലാണ് നമുക്ക് തക്വ ഉണ്ടാകുക എന്ന് നമുക്കറിയാലോ. ഒന്ന് പഠിച്ചു നോക്കാം അല്ലേ? ഇസ്ലാം പഠിപ്പിക്കുന്ന തക്വ എങ്ങനെ ഉണ്ടാവേണ്ടതെന്ന്, എന്തെല്ലാം തരത്തിലുണ്ടായാലാണ് ഒരാൾക്ക് തക്വ ഉണ്ടാകുക എന്നൊന്ന് പഠിച്ചു നോക്കാം. അപ്പം തക്വയുള്ള ആളുകൾക്ക് ഒരുപാട് മാപ്പ് തരുന്നതാണല്ലോ. അപ്പം തക്വയുള്ള ആളുകളിൽ തെറ്റ് വരും. എത്ര തക്കവുള്ള ആളുകളും തെറ്റുവരും. ഒരിക്കൽ ഒരു സഹാബി ഭാര്യയെ പ്രാപിക്കേണ്ട രൂപത്തിലല്ലാണ്ട് പ്രാപിച്ചു. ഞാൻ പറഞ്ഞൊരു അർത്ഥം മനസ്സിലുണ്ടാവും. പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രയാസമായി. അപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫഅതൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു, നബിൻ്റെ അടുത്ത് വന്നു. നബിനോട് കാര്യങ്ങൾ പറഞ്ഞു, സങ്കടം പറഞ്ഞു. നബിയെ ഇങ്ങനെ സംഭവിച്ചു പോയി അവിചാരിതമായി. തെറ്റുകൾ മാപ്പാക്കും തക്കവുണ്ടായാൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവിചാരിതമായി ഉണ്ടാവുകയാണ്. മനുഷ്യന്റെ ദൗർബല്യം കൊണ്ട്, അവന്റെ പ്രകൃതി അതാണ്. ഖുലിഖൽ ഇൻസാൻ ലൈഫ്, ഒരുപാട് ദൗർബല്യമുണ്ട്. ആ ദൗർബല്യത്തിൽ ഉണ്ടാവണം ആ തെറ്റ് അല്ലേ? തക്കവുള്ളവൻ്റെ അടുത്തും വരും. അപ്പോൾ സഹാബിയിൽ നിന്ന് വന്നപ്പോൾ നബിൻ്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു പോയി നബിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുന്നത്. എന്താ? വഅഖിമിസ് സലാത്ത തറഫൈൻ നഹാർ വസുൽഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിനസ് സയ്യിആത്ത്. സൂറത്ത് ഹൂദിലെ 114 ആയത്ത്. അതാ ഇറങ്ങിയത് ഈ വിഷയത്തിൽ. എന്താ നോക്കാം. അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം അഖിമിസ് സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തുക. ഈ തെറ്റ് വന്നതിനെ തറഫൈൻ നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങളിൽ എന്നാൽ പകലൻ രാവിലെ സുബൈ മുതൽ അസർ വരെ രണ്ടറ്റായി അല്ലേ? ആ രണ്ടറ്റങ്ങളിൽ. പിന്നെ തറഫൈൻ നഹാരി വസുൽഫം മിനൽ ലൈൽ, രാത്രിയുടെ ആദ്യ വേള എന്ന് പറഞ്ഞാൽ മഗ്രിബ് ഇശാവും. ഈ 5 വക്ത് നിസ്കാരം നീ കൃത്യമായി നിർവഹിക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിനസ് സയ്യിആത്ത്, നന്മകൾ നീ ചെയ്താൽ നിന്റെ തിന്മകൾ മായ്ക്കപ്പെടും. ഖുർആനാ പറയുന്നത്. ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുക. ഫർള് നിസ്കരിച്ചു, അതിൻ്റെ കൂടെ സുന്നത്ത് നിസ്കരിച്ചു, അപ്പം നിന്റെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ മായ്ക്കപ്പെടും. അപ്പം ഈ സഹാബി ചോദിച്ചു റസൂലിനോട്, ഫഖാല യാ റസൂലല്ലാഹ് അലി ഹാദ, ഈ നിയമം എനിക്ക് മാത്രമുള്ളതാണോ? ഏത്? നന്മ ചെയ്താൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന് സയ്യാത്ത്, തിന്മകളെ മായ്ച്ചു കളയുന്നുള്ള ഈ നിയമം അലി ഹാദ, ഇത് എനിക്ക് മാത്രമാണോ? ഫഖാല, നബി പറഞ്ഞു, ലാ, അല്ല, ലി ജമീ ഉമ്മത്തി കുല്ലിഹിം, എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഇതേ നിയമം. ഏതേ നിയമം? തെറ്റ് വന്നാൽ ആ നന്മ കൊണ്ട് മായ്ക്കുക. ഒരു തിന്മ വന്നാൽ നന്മ കൊണ്ടത് മായ്ക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? മാമിൻ റജുലിൻ യുദ്ലിബു ജൻബൻ, ഒരു മനുഷ്യനിൽ നിന്ന് തെറ്റ് വന്നു. സുമ്മ യഖൂം ഫയതതഹറു, പിന്നെ അദ്ദേഹം ആ തെറ്റ് ബോധ്യപ്പെടുകയും ഫയതതഹറു, ഒളുണ്ടാക്കുകയും സുമ്മ യുസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്തു. സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ അദ്ദേഹം അള്ളാഹിനോട് പൊറുക്കലിനെ തേടി 2 റക്അത്ത് നിസ്കരിച്ചിട്ട്. ഇല്ലാ ഗഫറല, അള്ളാഹു അവനത് പുറത്തു കൊടുക്കാൻ നടക്കൂല. ബേജാറാവേണ്ടതില്ല. അപ്പൊ തഖ്വ നഷ്ടപ്പെടുമ്പോഴേക്കും തഖ്വ കൂട്ടിയെടുക്കാനുള്ള അവസരം അള്ളാഹ് തന്നെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിന് കൊടുത്ത അബൂദർറിൽ ഗിഫാരി, അറിയാലോ, ജുന്ദുബിന് ജുനാദ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പക്ഷേ മഷഹൂറായ പേര് അബൂദർറിൽ ഗിഫാരിയാണ്. അദ്ദേഹത്തിന് കൊടുത്ത റസൂലുള്ളാഹിന്റെ ഉപദേശത്തിൽ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, അബൂദർറെ, നീ എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, ഏത് സ്ഥലത്തായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഇത്തഖില്ലാ, നീ അള്ളാഹനെ സൂക്ഷിക്കണം. ഹൈസുമാ കുൻത, എവിടെയായിരുന്നാലും. ഇനിയോ അത്ബി സയ്യത്തുൽ ഹസനത്ത തമുഹ,
ഒരു തിന്മ നിന്റെ ഭാഗത്ത് വന്നു പോയാൽ അപ്പം തന്നെ അതിന് അനുബന്ധമായി നന്മ കൊണ്ടുവന്നിട്ട് തമുഹു അത് മായ്ച്ചു കളയണം. ആ തിന്മയെ മായ്ച്ചു കളയണം ആ നന്മ കൊണ്ട്. ഇപ്പം വിഷയം മനസ്സിലായല്ലോ. വളരെ നമുക്ക് ഒരുപാട് രക്ഷപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ മരിക്കരുതെന്ന് അർത്ഥം കേട്ടോ. അപ്പം അതുകൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിലേക്കുള്ള എല്ലാ പാതകങ്ങളും ഒരുക്കുക. ഒന്ന്, ഖുർആൻ പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ല, വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. വൽ തൻളുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ആ ദിവസം കൊണ്ട് ഞാൻ എന്ത് നേടിയെടുത്തു, എന്ത് നഷ്ടപ്പെടുത്തിയെന്ന് ചിന്തിക്കണം. അങ്ങനെ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് കൊണ്ട് ഞാൻ അള്ളാൻ്റെ യാത്രയിൽ എൻ്റെ അന്തിമ യാത്രക്ക് ഞാൻ എന്ത് പാതയം തയ്യാറാക്കി എൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള. അത് സാധാരണ യാത്രയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയാ, തസവ്വദ് മിന തഖ്വ, തഖ്വയാണ് വർദ്ധിപ്പിക്കേണ്ടത്. അതാണ് പാതയം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തഖുല്ലാ വൽ തൻളുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നിന്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നിനക്ക് കൊണ്ടുപോകാൻ എന്തുണ്ടായി എന്ന് ഇന്ന് വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ച കൊണ്ട് എന്തുണ്ടായി ഓരോ ദിവസവും നോക്കണം എന്നാണ് പറയാൻ പറഞ്ഞത്. നമ്മളെല്ലാ ദിവസവും കിടന്നുറങ്ങുന്നു, നമുക്ക് ആകെ എന്താ, നേരം വെളുത്ത് വൈകുന്നേരമായി, ഇന്നത്തെ ദിവസം പോയി, ഒരു സുഖം കിട്ടിയില്ല, ഒരു ടൂറ് പോകേണ്ടിയിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഒന്ന് ബീച്ചിൽ പോകേണ്ടിയിരുന്നു. നമ്മളെ ഭാര്യയും ഭർത്താവും കഥ പറഞ്ഞത് ഇന്നൊരു തഖ്വന്ന് വർദ്ധിപ്പിക്കണം. ആരെയും ചിന്തിച്ചോ? എന്നെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസം കടന്നു പോകുമ്പോൾ സങ്കടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. തഖ്വ ഇല്ലാണ്ട് പോയ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേദന ഉണ്ടോ? ഇല്ല. ഉണ്ടോ ഇല്ലയോ നിങ്ങൾ സ്വയം ചോദിക്കുക, എന്നിട്ട് ഉണ്ടോ ഇല്ലയെന്ന് ഉത്തരം കണ്ടെത്തുക. ഖുർആൻ പറഞ്ഞെന്താ? ഇത്തഖുല്ല, അള്ളാഹനെ സൂക്ഷിച്ചോളി. വൽ തൻളുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ആ ദിവസം കൊണ്ട് ഞാൻ എന്ത് നേടിയെന്നും ചിന്തിക്കണം. എന്നിട്ട് വീണ്ടും പറയാം വത്തഖുല്ല, അള്ളാഹനെ സൂക്ഷിച്ചോട്ടോ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ വിഷയങ്ങളും അള്ളാഹുവിന് സൂക്ഷ്മമായി അറിയാം. അള്ളാഹ് അറിയാത്തൊരു കാര്യവും ഞാൻ നിങ്ങൾ ചെയ്യുന്നില്ല. ആ അള്ളാഹിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചാണ് കേട്ടോ. വിശുദ്ധ ഖുർആനിൽ അന്തിമയാത്രയെ പറ്റി പറഞ്ഞു. എന്നാൽ യാത്രക്ക് പോകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വന്ന് ചോദിക്കും, എന്ത്, ഒരു യാത്ര പോകുമ്പോൾ, നാട്ടിൽ നിൽക്കുമ്പോഴാണോ യാത്ര പോകുമ്പോഴാണോ തഖ്വ കുറയാ? നിങ്ങൾ ഉത്തരം കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു യാത്ര പോവുകയാണ്, നാട്ടിൽ നിൽക്കുമ്പം പള്ളിയും ദീനും ഇസ്ലാമും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെ യാത്ര പോകുമ്പോൾ അതിനായിട്ട് ഒരു പ്രത്യേക ടൗസർ വാങ്ങും. ആദ്യം അതിമെന്നാ തുടങ്ങുക. വണ്ടിയിൽ നിന്നിടാൻ, ട്രെയിനിൽ നിന്നിടാൻ ഒരു ടൗസർ. ഇത് വാങ്ങുമ്പോൾ ആലോചിക്കണം, ഇതെന്തിനു വാങ്ങി? ഇതിപ്പോൾ തൽക്കാലം നേരെ മറിച്ച് ഇവൻ്റെ ബാപ്പിയും ഏട്ടനും അഞ്ചനും ഉള്ളോടത്ത് ടൗസർ ഇടൂല. പോകാനായാൽ തഖ്വ പോയി. പിന്നെ പെട്ടിയിലൊക്കെ എടുത്തേക്കുന്ന തഖ്വ ഇല്ലാത്ത സാധനങ്ങളാണ്. അതാണായാലും പെണ്ണായാലും. നിങ്ങൾ കണ്ടില്ല ഇവിടെയൊക്കെ പറഞ്ഞൊക്കെ ഇട്ട് കിടക്കുന്ന പെണ്ണുങ്ങൾ ടൂറ് പോയാൽ ചുരിദാർ ഇട്ട് ഒരു തട്ട് ഇട്ടിട്ടൊക്കെ ഇങ്ങനെ ഓടുന്നതൊക്കെയാണ് യൂട്യൂബിൽ എടുക്കുക. പിയാപ്പിളിൻ്റെ പിന്നാലെ പായവള്. വയനാട്ടിലോ മൈസൂരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് എന്നിട്ട് അത് യൂട്യൂബിൽ എടുക്കുക. ഞാനിത് പറയുമ്പോൾ നിങ്ങളെ ഭാവനയിൽ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പം യാത്രയിൽ വന്നിട്ടുണ്ടാവും, തഖ്വ പോവും. അതുകൊണ്ടാണ് സഹാബത്തി കൊണ്ട് പറഞ്ഞു നബിനോട്, നബിയെ ഇന്നി ഉരീദു സഫ്ര, ഞാനൊരു യാത്രക്ക് ഉദ്ദേശിക്കേണ്ട നബി, അതുകൊണ്ട് സിദ്നി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ ഉപദേശിക്കണം, എനിക്ക് ഉപദേശം തരണം. ഞാൻ യാത്ര പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉപദേശം തരണം. അപ്പം റസൂൽ പറയാ സവ്വദക്കല്ലാഹു തഖ്വ, നിന്റെ ജീവിതത്തിൽ തഖ്വ വർദ്ധിപ്പിക്കുക. ആദ്യത്തെ ഉപദേശം യാത്രയല്ലേ, തഖ്വ വർദ്ധിപ്പിക്കണം. കുറഞ്ഞ തഖ്വ കൊണ്ടൊക്കെ പോയാൽ കഴിച്ചില്ലാവില്ല. നമ്മളറിയാത്ത ആളുകളും ദേശവും എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. അതുകൊണ്ട് സവ്വദക്കല്ലാഹു തഖ്വ. അപ്പോൾ സഹാബി നബിയോട് വീണ്ടും സിദ്നി യാ റസൂലല്ലാഹ്, ഇനിയും വേണം എനിക്ക് ഉപദേശം തന്നു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറയാം ഗഫറ ദൻബക്, നിന്റെ പാപങ്ങൾ നിന്റെ ഭാഗത്ത് വന്നു പോയാൽ അള്ളാഹു ഇത് മാപ്പാക്കട്ടെ. തഖ്വ നീ വർദ്ധിപ്പിച്ചോ, വർദ്ധിപ്പിച്ചിട്ട് നിന്റെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റുവരും അല്ലേ? ഇപ്പം ട്രെയിനിലിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരു കിളി പോലത്തെ ശബ്ദം ഒരു പെണ്ണ് കേട്ടാൽ സ്വാഭാവികമായി നമ്മളെ ശ്രദ്ധ മാറും അല്ലേ? കൊഞ്ചൽ ശബ്ദം. അപ്പോൾ റസൂൽ പറയാ ഓഫറ ദൻബക്, നിന്റെ പാപങ്ങൾ പൊറുക്കട്ടെ. സിദ്നി റസൂൽ, ഇനിയും ഉപദേശിക്കണം, ഇനിയും
നമുക്ക് ഉപദേശം കേൾക്കുന്നതിന് ഇഷ്ടമല്ല. നിങ്ങൾ ഞാൻ നോക്കിയിട്ട് നിങ്ങളെ മക്കളൊക്കെ യാത്ര പോകാൻ നേരത്ത് ബാപ്പ ഒരു ഉപദേശം കൊടുക്കാച്ച് വിളിച്ചു നോക്കി. റസൂലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് ചോദിക്കാനുള്ളത് ഉപദേശം തരിയത്. നിങ്ങളെ മോനെ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് വിളിച്ചു നോക്കി. അവൻ്റെ മുഖം അപ്പം കാണാൻ ചേട്ടൻ്റെ മുതൽ തീയച്ചായിരിക്കും. ഇനി തുടങ്ങി ഉപദേശം. മോനെ നിസ്കാരം ഒഴിവാക്കത്തിട്ട് യാത്രയിൽ ഒരു ബാപ്പ പറയാച്ചോളെ, ഓനെ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇവിടെ നോക്കും വീണ്ടും ജിദ്നി യാ റസൂലല്ല, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ഇനി ഉപദേശം വേണം. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, യസ്സറലക്കെല്ലാം ഹൈസുമാക്കുൻ, നീ എവിടെയായിരുന്നാലും നീ പോകുന്ന ലക്ഷ്യം അള്ളാഹു എളുപ്പാക്കട്ടെ. അപ്പം എന്തുകൊണ്ട് തക്കു വേണം? ക്ഷമിച്ച എത്ര സുന്ദരല്ലേ. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി തഖ്വ എന്താണെന്നൊരു ചെറിയ 1-2 കാര്യങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. ഒന്ന്, തഖ്വ എന്താണ് എന്തുവെന്നറിയോ? നമ്മളുടെ ജീവിതത്തിൽ ഏത് സമയത്തും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇസ്തിഅദാദുൽ യൗമി റഹീൽ, അന്ത്യയാത്രക്കുള്ള പാതകൾ ഒരുക്കലാണ് തഖ്വ. അത് അല്ലാഹുവിൻ റസൂലും പഠിപ്പിച്ചതുപോലെ കേട്ടോ. എന്നാലേ തഖ്വ ഉണ്ടാവുള്ളൂ, അല്ലാഞ്ഞാൽ തഖ്വ ഉണ്ടാവില്ല. അപ്പോൾ അല്ലാഹുവിൻ റസൂലും പഠിപ്പിച്ചതുപോലെ നമുക്ക് നോക്കാം. തൽക്ക് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു, തഖ്വ, എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞു, വാൻ തഅമല ബി താഅത്തില്ല അലാ നൂരി മിനല്ലാഹ് വാൻ തത്രുക മഅസിയത്തല്ല അലാ നൂരി മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. ഇതാണ് തഖ്വക്ക് കൊടുത്ത നിർവചനം. എന്താ പറഞ്ഞത്? വാൻ തഅമല ബി താഅത്തില്ല, നീ അള്ളാഹ് പറയുന്നത് പോലുള്ള നന്മകൾ ജീവിതത്തിൽ ഉണ്ടാവുക, പ്രവർത്തിക്കുക. അത് അലാ നൂരി മിനല്ലാഹ്, അള്ളാഹ് പറഞ്ഞത് ആരെയും പറഞ്ഞു കേട്ടതല്ല, അള്ളാഹ് പറഞ്ഞ അള്ളാഹിൻ്റെ പ്രകാശത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് അള്ളാഹ് പറഞ്ഞ നന്മകളനുസരിച്ച് നീ പ്രവർത്തിക്കുക. വാൻ തത്രുക്ക, നീ ഉപേക്ഷിക്കണം മാസിയത്തല്ല, അള്ളാഹു തിന്മയാണെന്ന് പറഞ്ഞ കാര്യം. തഖ്വണ്ടാണേലേ അള്ളാഹു നന്മയാണെന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ ഉണ്ടാവണം, അള്ളാഹ് തിന്മയാണെന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ ഒഴിവാകണം. അതും എന്തിനു വേണം? അങ്ങനെ വെറുതെ ഒഴിവാക്കിയാൽ പോരാ. തഖാഫു ഇഖാബല്ല, അള്ളാഹിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്. അപ്പം അള്ളാഹിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹ് പറഞ്ഞ നന്മകൾ എടുക്കുക, അള്ളാഹിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹ് പറഞ്ഞ തിന്മ ജീവിതത്തിന് ഒഴിവാക്കുക. അപ്പോൾ ആ തഖ്വ കയറുക കേട്ടോ. അതുപോലെ തന്നെ മഹാനായ അലി അള്ളാഹുവിനോട് ചോദിച്ചു, എന്താ തഖ്വ എന്ന്. എല്ലാവർക്കും തഖ്വ ഡൗട്ടാണല്ലോ, എന്താ തഖ്വ എന്ന്. നമ്മൾ തഖ്വ അറിയുമ്പോഴേക്കും ഫുൾ കൈ കുപ്പായം തൊപ്പി. മുമ്പൊക്കെ റമളാൻ വന്ന ഒരു പ്രത്യേക തൊപ്പി ഇറക്കുമായിരുന്നു. ഈ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണേ അതി ഓട്ടോട്ടായിട്ടുള്ളൊരു തൊപ്പില്ലേ, അതൊക്കെ ഇട്ടാൽ ഇവന് സ്വന്തം തോന്നുക ഞാൻ തഖ്വയിലേക്ക് വന്നു. അപ്പോൾ മഹാനായ അലി അള്ളാഹ് പറയാം, എന്താ തഖ്വ? അത്തഖ്വ ഹിയൽ ഖൗഫ് മിനൽ ജലീൽ, മഹാനായ അള്ളാഹിനെ ഭയപ്പെടലാണ് തഖ്വ. കൽബിൽ ഭയന്നോ എങ്കിൽ തഖ്വ വരുന്നുണ്ട്. ഇനിയോ വൽ അമലു ബി തൻസീൽ, വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ചുള്ള പ്രവർത്തനം. മൂന്നാമത്തത് വൽ ഖനാഅത്തു ബിൽ ഖലീൽ, അള്ളാഹ് തന്നതിൽ തൃപ്തിപ്പെടുക. അങ്ങനെ അതൊക്കെ ഉണ്ടാവണേ കുറച്ച് പണിയുണ്ട്. അള്ളാഹ് തന്നതിൽ തൃപ്തിപ്പെടുക. ഇപ്പം തന്ന വീട് അതിൽ തൃപ്തിപ്പെടൂല, അതെങ്ങനെയെങ്കിലും പൊളിച്ചെന്നാക്കണം. അള്ളാഹ് തന്ന എന്തായിക്കോട്ടെ, ഒരു ഡ്രസ്സായിക്കോട്ടെ, വേറെ ഉണ്ടാക്കണം അല്ലേ? ഉള്ളിൽ തൃപ്തിപ്പെടുന്ന മനസ്സെന്നല്ല. എന്തുകൊണ്ട് തഖ്വയില്ല? നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അടയാള. നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയില്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് തഖ്വയൊന്നുമില്ല, നിങ്ങൾ വെറും അഭിനയത്തിലാണ്. ഇപ്പൊ പലരും എന്താ വീട് പൊളിച്ചെന്നാക്കല. എന്തിനാ നന്നാക്കണമെന്ന് വെച്ചാൽ ഒന്നിനുമില്ല, ആളെ കാണിക്കേ. കിച്ചൺ ഒന്നും കൂടി പൊളിച്ചു നന്നാക്കണം അല്ലേ? പിന്നെ നമ്മളുടെ ഓരോ റൂമിനും ഓരോ പേരല്ലേ, അതൊക്കെ പൊളിച്ചു നന്നാക്കുക. അങ്ങനെ അങ്ങനെ ആയി ഇപ്പോൾ വേറൊന്ന് പെണ്ണുങ്ങളുടെ ഇടയിൽ എന്താ, പഴയ പണ്ടം കൊടുക്കുക, പുതിയത് വാങ്ങുക. കണ്ടോ? നിങ്ങൾ അതുകൊണ്ടൊക്കെ തല പുണ്ണായിട്ടാവും. എന്നിട്ടോ കിഴിവില്ല, കൂലില്ല, പണിക്കിഴിവില്ല അല്ലേ? മൂല്യവത്തായ രൂപം, അത് മറ്റുള്ള ട്രിക്ക്. നമ്മളുടെ മോഹം മുഴുവൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലല്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന കാലം എന്ന് വരുന്നോ അന്നേ തഖ്വ ഉണ്ടാവും. ഇപ്പം തഖ്വ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ തൊപ്പിയും തലക്കെട്ടും ഫുൾ കൈയൊക്കെ ആർക്കും വേണ്ടി ഇടാം അല്ലേ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെങ്കിൽ കുറച്ച് പണിയില്ലേ? ചില്ലറ പരിശീലനം പോരാ, മതിയോ? അപ്പോൾ അതാണ്. പിന്നെ
വൽ ഇസ്തിഅദാദുൽ യൗമിർ റഹീൽ, അന്ത്യയാത്രക്കുള്ള പാതയം ഓരോ ദിവസവും ഒരുക്കുക. ഒരുങ്ങിയോ ഇല്ലേന്ന് നോക്കിക്കൊണ്ടിരിക്കുക, അപ്പം തഖ്വ ഉണ്ടാവും കേട്ടോ. അങ്ങനെ മുത്തക്കിയായി ജീവിച്ച് മുത്തക്കിയായി മരിച്ച് മുത്തക്കികൾക്ക് അള്ളാഹു കൊടുക്കുന്ന സ്വർഗത്തോപ്പിൽ ഇടം ലഭിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പോരായ്മകളും അർഹമുർറഹീമായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫാ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യാ ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തെ സമർപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അപ്പം നമ്മളിതുവരെ കേട്ടത് തഖ്വ എന്താണ് അല്ലേ? ഇനി തഖ്വ എന്തല്ലാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അറിയാലോ, ആരാ? 5ാം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇസ്ലാമിൻ്റെ ദീവാൻ, നിയമങ്ങൾ, ഇസ്ലാമിൻ്റെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ ഖലീഫയാണ് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹം പ്രഗത്ഭനായ പണ്ഡിതനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് ദീൻ പഠിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ലൈസത്തി തഖ്വ തഖ്വ അല്ല കേട്ടോളി, തഖ്വ അല്ല. എന്ത്? ഖിയാമുൽ ലൈൽ, രാത്രിയിൽ നിസ്കരിക്കുക. തൗഹീദ് ഇല്ലാത്ത ഒരാൾ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചു, തഖ്വ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ സിയാമുൻ നഹാർ, പകലിൽ നോമ്പും രാത്രിയിൽ തഹജ്ജുദൊക്കെ നിസ്കരിച്ചു, പക്ഷെ തൗഹീദില്ല, അള്ളാഹനെ ഖൗഫുമില്ല. ഇതൊക്കെ നിർവഹിച്ചാൽ തഖ്വ ആവൂലാന്ന്. വലാകിന്ന തഖ്വ എന്ന് പറഞ്ഞാൽ അദാഉൻ മഫ്തറല്ല, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർബന്ധപൂർവം സമയത്ത് ചെയ്യുക, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട്. പിന്നെ തെർക്കുമാ ഹറമല്ല, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കുക. നമ്മൾ അള്ളാഹു ഹറാമാക്കിയല്ലേ നോക്കലില്ല ഉണ്ടോ? 5 വക്ത് പള്ളിയിൽ പോണ ആൾക്കാർക്ക് ഒരു വീട് ഒന്ന് നന്നാക്കാൻ തോന്നിയാൽ ആദ്യം എന്താ ഉണ്ടാകുക? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമെന്നോ അല്ലേ? എന്തിനധികം പറഞ്ഞു, ഒരു മൊബൈൽ വേണോ, ലോണ് തയ്യാറാക്കി തരും. അങ്ങനെ ഒരു കാറ് വേണോ, ലോണ് ശരിയായി തരും. വീട് വേണോ, ലോണ് തരാ. ബാങ്കിൽ നിന്ന് വിളിക്കുക, അതിനായിട്ട് പെൺകുട്ടികളുടെ ശമ്പളം കൊടുത്ത് നിർത്തിക്കുക. നല്ല കൊഞ്ചൽ സംസാരമുള്ള ശബ്ദമുള്ള കിളിക്കൊഞ്ചൽ സംസാരമുള്ള പെൺകുട്ടികളെ ഓലാണ് ലോണിന് വിളിക്കുന്നത്. ലോണ് വേണോ അല്ലേ? എന്തിനാ? നമ്മൾ നരകത്തിലേക്ക് വരണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളേതായാലും നരകത്തിൽ പോകണ്ട്, നിങ്ങൾ വരണോന്ന് അതാ ചോദിക്കുന്നത്. ആരാ കൂട്ടരെ ഇപ്പം ഈ പലിശയുമായി ബന്ധമില്ലാത്തോല് അല്ലേ? കുറഞ്ഞ് ഈ വാഹനങ്ങളുടെ പെരുപ്പവും ഈ ഓർണമെന്റ്സിന്റെ നമുക്കതിനോടുള്ള ഭ്രമണയും അല്ലേ, അതിൻ്റെ ഭ്രമതയും അതോടൊപ്പം വലുപ്പുണ്ടാവണം ആളുകളുടെ ഇടയിൽ നിന്നുള്ള ബോധവും ഇതെല്ലാം കൂടിയപ്പോൾ പലിശൻ്റെ ആളുകൾക്ക് എന്താ പറയുക, പലിശ വാങ്ങിയിട്ട് എത്ര കുടുംബമാണ് ആത്മഹത്യ ചെയ്തത്? എത്ര എണ്ണം അല്ലേ? അപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്തോണ്ടല്ലേ? നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, തെർക്കുമാ ഹറമല്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാണ്, അള്ളാഹ് ഹറാമാക്കിയത് ഒഴിവാക്കണം, എന്നാലേ തഖ്വ ഉണ്ടാവും. ഫൈന ദാലിക അമലുൻ ഫഹുവ ഖൈറുൻ ഇലാ ഖൈർ. അതിനോടൊപ്പം സുന്നത്ത് നിസ്കരിക്കുക, പറഞ്ഞതിൻ്റെ കൂടെ സുന്നത്ത് ഉണ്ടായിക്കോട്ടെ, അപ്പം നിങ്ങൾക്ക് അതിൽ വലിയ ഗുണം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തഖ്വയുടെ നിർവചനങ്ങളാണ്. തഖ്വ അല്ലാണ്ട് തഖ്വ ഉണ്ടാവില്ല എന്ന് ചുരുക്കം. അദ്ദേഹം തുടരട്ടെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് തുടരുകയാണ്, ഖല്ലി ദുനൂബ സഗീറഹ വ കബീറഹ ഫഹുവ തുഖ. ചെറുതും വലുതുമായ പാപങ്ങൾ ഒഴിവാക്കുക, അതാണ് തഖ്വ. ചെറുതും വലുതുമായ പാപങ്ങൾ എല്ലാം ഒഴിവാക്കണം, എന്നാലേ തഖ്വ ഉണ്ടാവും കേട്ടോ. തഖ്വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ തഖ്വ ഇവിടെയാണ് അല്ലേ? എന്നാൽ ഈ തഖ്വ എന്താകാൻ പാടില്ല, കൃത്രിമമായി ഉണ്ടാക്കാൻ പാടില്ല, ഒക്കെ ഖൽബിൽ വരണം. എന്നാലോ അങ്ങനെ വന്നാലോ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അങ്ങനെ വന്ന ആളുകൾ മരിച്ച് ഒരു നാളെ പരലോകത്തെത്തിയാൽ അള്ളാഹു അവരെ കൊണ്ടുപോകുന്ന രംഗം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അത് വല്ലാത്ത വർത്തമാനമാണ്. സീക്കല്ലദീനത്തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ ഉണ്ടോ? സീക്കല്ലദീന ആമനു, തൗഹീദുള്ളവരെ നയിച്ചു കൊണ്ടുപോകും. ഇത്തഖൗ, തഖ്വയുള്ളവരെയും. തൗഹീദുള്ള തഖ്വയോടുകൂടി ജീവിച്ച മനുഷ്യന്മാരെ അള്ളാഹു പരലോകത്ത് നയിച്ചു കൊണ്ടുപോകും. ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. സുമറൻ, കൂട്ടം കൂട്ടായിട്ടാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക.
ഹത്തായിദ ജാവുഹ, ആ സ്വർഗ കവാടത്തിൽ അവരെത്തിയാൽ ഫുത്തിയത്ത് അബുവാബുഹ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ വെറുതെ തുറക്കും. ഇവരെ കാണുമ്പോൾ തന്നെ തുറക്കും കേട്ടോ. ഫുത്തിയത്ത് അബുവാബുഹ വക്കാലഹും ഹസനത്തുഹ, ആ സ്വർഗത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ പറയും സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും. ആരോട് അങ്ങോട്ട് വരുമ്പോഴേ സ്വർഗത്തിൽ കയറാൻ വരുന്നവരോടെ. എന്നിട്ടോ തിബുത്തും, നിങ്ങൾ പരിശുദ്ധരായി ജീവിച്ചു. അതാണ് ഈ സലാം ചെല്ലാൻ കാരണം കേട്ടോ. തിബുത്തും, നിങ്ങൾ പരിശുദ്ധരായി ജീവിച്ചുകൊണ്ടാണ്. അത് ഈ മരിക്കുന്ന സമയത്തും പറയും. മരിക്കുന്ന സമയത്ത് മുത്തക്കീങ്ങളുടെ മരണത്തിൻ്റെ സമയത്ത് ഖുർആൻ പറയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകൾ, സ്വർഗം പ്രതിഫലം കൊടുക്കുന്ന ആളുകളുടെ മരണം അല്ല പറഞ്ഞു എന്താ അറിയോ? സൂറത്ത് നഹലിൽ 33-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ, അള്ളാഹു സ്വർഗം കൊടുക്കും മുത്തഖീങ്ങൾക്ക് പ്രതിഫലമായിട്ട്. അല്ലദീന തതവഫാഹുൽ മലായികത്ത്, മലക്കുകൾ അവരുടെ റൂഹിനെ പിടിച്ചെടുക്കുമ്പോൾ തയ്യിബീൻ, അവർ വളരെ വിശുദ്ധരാണ്, നമുക്കൊരു ഭയവും ഉണ്ടാവില്ല. യഖൂലൂൻ, അവർ പറയും സലാമുൻ അലൈക്കും. മരണവേളയിൽ മലക്ക് വന്ന് സലാം ചൊല്ലും. ഒരു മലക്കിൻ്റെ സലാം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറുതാ. എന്നിട്ട് പറയും അവരെ റൂഹ് ഇങ്ങോട്ട് ഏറ്റുവാങ്ങുമ്പോഴേ ഇദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളി. തുടങ്ങി സ്വർഗജീവിതം. ആത്മാവിനെ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ സ്വർഗജീവിതം ആരംഭിച്ചു. ഇദ്ഖുലുൽ ജന്ന, എന്താ കാരണം? ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിച്ചവരാണ് ഉണ്ടോ, അല്ലാണ്ട് അതിനു വേണ്ടി കോലം കെട്ടിയവരാന്നല്ല. അതിനു വേണ്ടി അധ്വാനിക്കണം. അങ്ങനെ ആ അധ്വാനത്തിലെല്ലാം ഇടപെട്ടുകൊണ്ട് അള്ളാഹു എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒറ്റമൂല്യം എന്താണ്? തഖ്വയാണ്. ആ തഖ്വയിലേക്ക് നമ്മൾ വരണം. അപ്പം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു നീക്കിത്തരും. യഥാർത്ഥ തഖ്വയിലേക്ക് നടന്നു നീങ്ങുക. വിട്ടുപോയ തെറ്റുകളിലെല്ലാം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. ഖുർആൻ പറഞ്ഞതുപോലെ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, അവർക്ക് സന്തോഷമാണ്. തഖ്വയുള്ള ആളുകൾക്ക് ദുനിയാവിലും സന്തോഷമാണ്. പ്രശ്നമില്ല, സംഘർഷങ്ങളില്ല, ദുരിതങ്ങൾ വരുതി മുറുക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്? ദുനിയാവിലും സന്തോഷമാണ്, ഒഫിൽ ആഖിറ പരലോകത്തും. അത് പറഞ്ഞിട്ടല്ല പറയാ, ലാ തബ്ദീല ലി കലിമാത്തില്ല, അള്ളാഹിന്റെ ഈ കൽപ്പനകൾക്ക് മാറ്റമില്ല കേട്ടോ. സംശയിക്കണ്ട, നിങ്ങൾ സംശയിച്ച് നിൽക്കണ്ട, ഇതിന് മാറ്റം ഉണ്ടാവില്ല. ലാ തബ്ദീല ലി കലിമാത്തില്ല. സൂറത്ത് യൂനുസിൽ നോക്കി, ലാ തബ്ദീല ലി കലിമാത്തില്ല ദാലിക ഹുവൽ ഫൗസുൽ അലീം. വലിയ വിജയാട്ടോ ഒരു മനുഷ്യൻ്റെ ഇത് നേടിയിട്ട് പോവുകയാണ്. അല്ലാണ്ട് നമ്മളൊക്കെ വിജയം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കച്ചവടമാണ്, നല്ല കമ്പനിയാണ്, അയാൾ ഗൾഫിലാണ്, അയാളുടെ മക്കൾ ഡോക്ടറാണ്, അയാളുടെ മോൻ ഡോക്ടറാണ്, ഇതിന് കിട്ടി അതിന് കിട്ടി, അതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഇവിടെ തൽക്കാലം കണ്ണ് ചിമ്മണ് വരെ അല്ലേ? ഡോക്ടറായാലും പ്രൊഫസറായാലും പണ്ഡിതനായാലും കച്ചവടക്കാരനായാലും ഗൾഫുകാരനായാലും ഒന്നായിട്ട് നേടിയ ആൾക്കാരെ കാണുമ്പോൾ ഇന്ന് നേടിയവരൊക്കെ മയ്യത്തുകൊണ്ടുമ്പോൾ എന്താ ഉണ്ടാവുക? ഒന്നുമില്ല. ഉണ്ടോ? നിങ്ങളെന്താ പറഞ്ഞത്? GCC മുഴുവൻ ഒരാളുടെ കൈമല മയ്യത്തുകൊണ്ടുപോകുമ്പോൾ ഇത് കയറ്റിക്കൊണ്ടുപോകുമോ? 3 എണ്ണം തുണിയല്ലാണ്ട് വേറെന്താ ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, നുരുമ്പി ഈ പുഴുക്കൾക്കും വണ്ടുകൾക്കും കാർന്നു നിന്നാൻ പറ്റാത്ത വസ്ത്രം പോലും കഫൻ ചെയ്യാൻ ഉപയോഗിക്കുമോ? ഇല്ല. കഫൻ ചെയ്യാനുള്ള തുണി എന്താ? വളരെ നേരിയ, നമ്മൾ തന്നെ പറഞ്ഞെന്താ, കോറത്തുണി അല്ലേ? എന്താ കാരണം? പൈസമ്പാടുണ്ട്. മയ്യത്ത് പൊതിയുമ്പം കോറത്തുണിയില്ല. എന്താ കാരണം? ഇയാൾ വലിയ പണക്കാരനാണ്, നമുക്ക് സ്വർണത്തിൻ്റെ ഇഴകളുള്ള തുണികൾ എവിടുന്നേയും കൊണ്ടുവരാമെന്ന് ആരും പറയില്ല. പറയൂ? ഇപ്പം പണത്തിൻ്റെയൊക്കെ വില പോയി. ആ പോകുന്ന സമയത്താണ് നമുക്ക് ഈ തഖ്വ ഉപകരിക്കുക, ചിന്തിക്കുക. എൻ്റെ തഖ്വ എവിടെയൊക്കെ വിട്ടുപോയിട്ടുണ്ട് അവിടെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, എല്ലാം മാപ്പ് ചോദിക്കും, എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരാമെന്നല്ല പറഞ്ഞിട്ട്. യഗ്ഫിർ ദുനൂബ ജമിയ, മുഴുവൻ തെറ്റുകളും ഞാൻ മാപ്പ് തരും. എന്തു ചെയ്താൽ മതി? നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചാൽ മതി. വന്ന തെറ്റുകളെല്ലാം മാപ്പാക്കപ്പെടുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ നേരെ അയക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം രക്ഷിക്കുമാറാകട്ടെ. ആശുപത്രികളിലും വീടുകളിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തഖ്വയിലൂടെ നീക്കി തരുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار